ജനങ്ങളുടെ ബാച്ചിൽ നിങ്ങൾ പരസ്പരം കാണാനും സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഈ ടൈമില് ഇതിങ്ങനെ കേൾക്കുന്ന വലിയൊരു താല്പര്യം അത്ര തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ ഒരു പക്ഷേ ഇത് ഒരുപാട് പ്രാവശ്യം കേട്ടവരും ഈ കൂട്ടത്തിലുണ്ടായിരിക്കും അല്ലെ. ശാന്തിഭവനില് പല പ്രാവശ്യം വന്ന ആളുകൾ ഇതിനുണ്ട്, എനിക്കറിയാം. ഏതായിരുന്നാലും ഇവിടെ 3 സ്ഥാപനങ്ങളാണ് ശാന്തിഭവനിൽ ഇപ്പോൾ ഉള്ളത്. ഒന്ന് പിന്നെ ഫൗണ്ട്ലിംഗ് ഹോം എന്ന് പറയും. ഫൗണ്ട്ലിംഗ് ഹോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനിച്ചത് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതില് പിന്നെ ഏകദേശം 20ഓളം കുട്ടികൾ ഇപ്പോ ശാന്തിഭവനിൽ ആ തരത്തിലുള്ളത്. 6-7 കുട്ടികൾ എണ്ണം എന്തെങ്കിലും വെച്ചാല് ഫയൽ നോക്കിയാൽ എനിക്കെണ്ണം പറയാൻ 7ഓളം കുട്ടികൾ തൊട്ടിലിൽ കിടക്കുന്ന പാല് മാത്രം കുടിക്കുന്ന കുട്ടികളാണ്. പിന്നെ 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ, അതേ ഏജിലുള്ള പെൺകുട്ടികൾ. ഇതാണ് ശാന്തിഭവനത്തെ കുറിച്ചുള്ള ചെറിയ വിവരണം. പിന്നെ എങ്ങനെയുള്ള കുട്ടികളെ ഏതാണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം ഞാൻ കേൾക്കുന്നില്ല. ഏകദേശം നിങ്ങൾക്കൊക്കെ ധാരണ ഉണ്ടായിരിക്കും. ഇവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ എന്നുള്ള യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർ എന്നുള്ള കൺസെപ്റ്റിലാണ് ശാന്തിഭവൻ പ്രവർത്തിക്കുന്നത്. ആ കാണുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിക്ക് മുകളിലാണ് ഇവിടെയുള്ള പിന്നെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമായ മുതിർന്ന ആൺകുട്ടികളൊക്കെ താമസിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തില് ആ രൂപത്തിലൊരു പള്ളി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ കോൺഗ്രസിന്റെ മരിച്ചുപോയ DCC പ്രസിഡന്റ് VV പ്രകാശ് സാർ ഇവിടെ വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് വലിയൊരു കാര്യം അത് അവതരിപ്പിച്ചു. ഞാൻ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത് അവതരിപ്പിക്കാൻ താല്പര്യമായിട്ടില്ല. സാറിന് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പൊ പ്രകാശ് സാർ പറഞ്ഞ അതിലിത്ര വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ്. അതിത്ര വലിയ അത്ഭുതമൊന്നുമില്ല. പള്ളിയും അമ്പലവും ചർച്ചും ഒക്കെ എന്ന് പറഞ്ഞത് ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതായിരുന്നു. പിന്നെ നമ്മളാണ് അത് ഇങ്ങനെ വേർതിരിച്ച് ഓരോ കമ്പാർട്ട്മെന്റ് ആക്കിയത് എന്ന് മൂപ്പരിനോട് പറഞ്ഞു. മൂപ്പര് എനിക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു. മദീനയിലെ പള്ളിയില് നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ ആരാധന നടത്തിയല്ലോ നബിയുടെ സാന്നിധ്യത്തില് ഇന്ന് ഏതെങ്കിലും പള്ളിയെ അനുവദിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് ഇന്നൊരു അമ്പലത്തിൽ ആരാധന നടത്താൻ പിന്നെ അമ്പലത്തിന്റെ ആളുകൾ സമ്മതിക്കുമോ? ഏതെങ്കിലും ചർച്ചില് ഒരു പിന്നെ ആരാധന നടത്താൻ ഒരു ഹൈന്ദവർക്കോ മുസ്ലിങ്ങൾക്കോ സമ്മതിക്കില്ല. അപ്പൊ നമ്മളാണ് കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത്, മതം ഒരിക്കലും കമ്പാർട്ട്മെന്റ് ആയിട്ടില്ല എന്ന് പ്രകാശ് സാർ പറഞ്ഞു. ആ രൂപത്തിലാണ് ഇപ്പോഴും ഇവിടെ. ഏതായിരുന്നാലും ഇങ്ങോട്ട് വന്നതിലും ഇവിടെ ഇതിനെ അറിയാൻ വേണ്ടി ശ്രമിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു 2ാമത്തെ പ്രൊജക്ട് കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടി വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു വലിയ ബോർഡ് ഇരിക്കും. അത് പിന്നെ ഈ സെറിബ്രൽ പാൾസി, ഓട്ടിസം അല്ലെങ്കിൽ ഈ ജനിതക രോഗങ്ങളൊക്കെ ബാധിച്ച പാവപ്പെട്ട വീടുകളിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ്. ഏകദേശം 7 കോടിയോളം രൂപ ചെലവ് വരുന്ന വലിയ പ്രൊജക്റ്റാണ്. അതിന്റെ പിന്നെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ബിൽഡിംഗ് ആവണം. അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ ബാച്ചും നിങ്ങളുടെ കയ്യൽവശമുള്ള സോഷ്യൽ മീഡിയയും പരമാവധി ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കും. ഒരു 3 കോടി രൂപ അതിന്റെ ബിൽഡിങ്ങിന് ചെലവിൽ 16,000 സ്ക്വയർ ഫീറ്റ് ആണ്. 2,000 സ്ക്വയർ ഫീറ്റ് വെച്ച് 16,000 ആളുകൾ ഗൂഗിൾ പേ ചെയ്താൽ വളരെ സുഖമായി ആർക്കും ഒരു പ്രയാസവും ഇല്ലാതെ നടത്തിക്കൊണ്ടാവുന്ന സംവിധാനം. ഇപ്പൊ നമുക്ക് നിലവില് 2 കുട്ടികൾ, ഒരു സെറിബ്രൽ പാൾസി വന്നതും ഒരു ഓട്ടിസം ബാധിച്ച 2 കുട്ടികളും ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ട്. ഈ പരിപാടികളൊന്നും നടത്താൻ സർക്കാരിൽ നിന്നോ ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ സാമ്പത്തികമായി ഒരു സഹായമില്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വരുന്നു, ഞങ്ങളെ പിന്തുണക്കുന്നു. ഞങ്ങൾ ഒരു നിമിത്തം മാത്രമല്ല. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു, പിന്നെ ഇവിടെ ഇതിന്റെ മീറ്റിംഗ് കൂടുമ്പോ പിന്നെ ചായ വിൽക്കാനുള്ള ഫണ്ട് വരെ അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന് നേതൃത്വം നൽകുന്ന പഠിക്കേണ്ടതറിയില്ല CP ഉമർ സുലൈമാൻ ഒരു 83ഓളം വയസ്സുള്ളനായ ഒരു പണ്ഡിതനുണ്ട്. അപ്പൊ ഫസ്റ്റിൽ ഇവിടെ മീറ്റിംഗ് കൂടിയപ്പോ കട്ടൻ ചായയും നമ്മുടെ ആറാറൂട്ട് തിന്നുണ്ടല്ലോ, ആ ബിസ്ക്കറ്റ് അതാ കൊടുത്തു. അപ്പൊ CP ഞങ്ങളോട് ചോദിച്ചു, ഇതിന്റെ പൈസ എവിടുന്നാണ് ഈ കൊടുന്ന് വെച്ച് കട്ടൻ ചായയുടെ പറഞ്ഞ അത് ഇപ്പൊ എവിടുന്ന ഇവിടെ നിന്നുള്ളതാണെങ്കിൽ എനിക്ക് വേണ്ട, പിന്നെ അത് ശരിയല്ല എന്ന് CP ഞങ്ങളെ കൂടി എതിർത്താണ്.
അതിനുശേഷം ഇവിടുന്നുള്ള ഒരു പിന്നെ ചായ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ മീറ്റിംഗ് കൂടാറില്ല. പിന്നെ വളരെ അപൂർവങ്ങൾ വന്നിട്ട് നിർബന്ധിച്ചൊരു വെള്ളം നിന്നാൽ കുടിക്കില്ല, രക്ഷയില്ല എന്നുള്ളവർക്ക് ഇപ്പോഴും കുടിക്കാറുണ്ട്. ഞാൻ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടുത്തെ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഏതായിരുന്നാലും വളരെ സന്തോഷം. ഞങ്ങളുടെ മറ്റൊരു പ്രൊജക്റ്റും കൂടി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ബിൽഡിങ്ങിലെ വൈദ്യുതി ചാർജിന് വരുന്നത് ഏകദേശം 12,000-13,000 രൂപയാണ്. 2024 അത് വേറെ ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചുരുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിനൊരു സോളാർ സിസ്റ്റത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ 10 kV ഒരു സോളാർ ഏകദേശം 5 ലക്ഷം രൂപയോളം ചെലവ് വരും. ഏതെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള, കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആരുടെയെങ്കിലും ഞാൻ അതൊക്കെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തരാനല്ല കേട്ടോ, മേടിച്ച് നാട്ടിന്റെ സംഗമം ഒഴിവാക്കി ആരും പോകണ്ട. ഇത് അവതരിപ്പിക്കുന്നവർ പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും ചോദിക്കും നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോ അതങ്ങനെ സംവിധാനം ഉണ്ട്, നിങ്ങൾക്ക് പറ്റെങ്കിൽ ചെയ്തു കൊടുത്താളി എന്ന് പറയാം. എന്റെ വീട്ടിലേക്കല്ല, സാധുമാഷ വീട്ടിലേക്കല്ല, നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്കല്ല, 80ഓളം ആരുമില്ലാത്ത അനാഥരായ ഒരു ആശ്വാസം. ഇനി കൂടുതലൊന്നും പറയാനില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ സ്ഥാപനത്തിനെ കുറിച്ച്. അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അവർ വന്നാൽ നിങ്ങളുടെ ഈ രൂപത്തിലുള്ള ഈ ചർച്ചകളൊന്നും നടത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് ഈ പരിപാടി പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ചെലവ്. ഞങ്ങൾക്ക് വെള്ളത്തിന് മാത്രം ഒരു മാസം 70,000, 65,000 മുതൽ 70,000 രൂപ വരുന്നുണ്ട്. കാരണം വെള്ളമില്ല, കോട്ടക്കുന്ന് വെള്ളം എടുക്കരുത്. നമ്മൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. താഴെ ഒരു വയലില് 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു, കിണർ കളിച്ചു, അതുകൊണ്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ പിന്നെ ഞങ്ങൾ കിണർ കിടക്കുമ്പോ കിണറ്റിൽ വെള്ളം കിട്ടുമ്പോൾ ഇപ്പൊ വെള്ളത്തിൽ കിണർ കാണുന്ന രൂപത്തിൽ വെള്ളം മുന്തി നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ആയതിന്റെ ശേഷമാണ് ഇവിടെ 18 വയസ്സാണ് സർക്കാരിന്റെ കണക്കുള്ളത്. പക്ഷെ 18 കഴിഞ്ഞിട്ടും ആ കുട്ടികളെ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പറഞ്ഞേക്കും. അപ്പൊ അവരിപ്പോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം യാത്ര ട്രെയിനിൽ മരക്കട്ടെ മൂപ്പര് ഇവിടുത്തെ ആളും അറിയാനായിരുന്നു. ഉള്ള മരം വാങ്ങാൻ വേണ്ടി പെരുമ്പാവൂർ പോയി. മുണ്ടൊക്കെ പക്ഷേ ഫാൻസൊക്കെ ഇന്ത്യയിലാണ്. ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് അവിടെ പോയി ആരും അറിയാതിരിക്കാൻ അവിടെ അത് പൈസ ആടൊക്കെ പറയുന്ന ആ വലിയ വിദ്യാർത്ഥി കൊണ്ടുവന്നിട്ട് പൈസ തരാം. പൈസ കൊടുത്തു അങ്ങനത്തെ മനസ്സിലാണ്. അപ്പൊ നിങ്ങള് ഒരു വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നതാണ്. സന്തോഷം. ഞാൻ ഇന്നലെ വയനാട് ഭാഗത്തുള്ള ഒരു അവതക്കാരൻ കണ്ട് 200 പേരെ ഒരു ത്രിവേണി സംഗമം പറയാനുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഒന്ന് 1986 ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഒന്ന് കൽപ്പനശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഞാൻ ആദ്യമായിട്ട് ഹൈസ്കൂൾ അധ്യാപകരായി ജോലിയിൽ പ്രവേശിച്ച ഒരു സ്ഥാപനം. അപ്പൊ എന്റെ കൂടി സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളുടെ ഒരു സംഘമാണ്. ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്കും മക്കൾക്കും പ്രിയപ്പെട്ട നമ്മുടെ ഈ കൊച്ചു കുട്ടികളുടെ ഈ സ്ഥാപനമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതെല്ലാം ആ സന്തോഷം ഒന്നും കൂടുതലായി ശ്രദ്ധിക്കില്ല. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ജെസിമോർഗൻ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഞാനെടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫികളിൽ ഏറ്റവും കൃത്യമായത് ഒരു അമ്മയുടെ കൈപിടിച്ച് നടന്നു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ ദൃശ്യമാണ്. ഇതൊരു വല്ലാത്ത അനുഭവമല്ല. നമ്മളുടെ കുട്ടികളെ കണ്ടുപില്ല. നമ്മളൊരു യാത്ര പോയാൽ എവിടെയെങ്കിലും ഒരു ടൂർ പോയാൽ നമ്മൾ കണ്ടുപിടുന്ന കുട്ടികളെ സമയം കാണാതായാൽ എന്തൊരു ആദിയായിരിക്കും
പിന്നെ ആ കുട്ടി കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിയുന്നത് വരെ നമ്മൾ ഒന്നില്ല. അറിയും നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ അവരിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ സ്ഥാപനത്തിലവരെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വളരുകയും അവിടെ വരാൻ നിങ്ങൾ ഈ ദിവസം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ മോശം പറഞ്ഞതുപോലെ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടമായ സ്വപ്നമാണ്. പ്രിയപ്പെട്ട കാര്യങ്ങളോട് സത്യം പറയട്ടെ, ഇതിൻ്റെ ഇലക്ഷന് വേണ്ടി തുടങ്ങുന്നതിൻ്റെ ആദ്യ സ്ഥലമെടുത്തതിന് ശേഷമുള്ള ആദ്യ ഘട്ടത്തിൽ കണ്ണൂർ മാഷയുടെ കൂടെ സൗദി രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നോക്കിയാലും സ്വദേശിയായി കെട്ടിടത്തിനുള്ള ആദ്യത്തെ ഒരു സഹായം നൽകിയിട്ടുണ്ട്. അവിടെ പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്ന വളരെ സാധാരണക്കാരായ ആളുകളുടെ സംഭാവന അവരുടെ ബിസിനസ്. അപ്പോൾ ഈ സ്ഥാപനത്തെ വൃത്തിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരാള് വളരെ നിഷ്കളങ്കമായ ഒരു സംശയം ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു തുടർന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്ത്രീകൾക്കുള്ളതിന് പ്രോത്സാഹനമല്ലേ നൽകുന്നത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മുതിർന്ന ഒരാളാണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്കെപ്പോഴും വളരെ പ്രസക്തി തോന്നുന്നു. എനിക്കും മക്കൾക്കുമൊക്കെ ഒരു അച്ഛനും അമ്മയും ഒരു ഉമ്മയും കുടുംബവും ഉണ്ടായിരുന്നത് നമ്മുടെ അമ്മയും മാത്രമല്ല. നമുക്ക് പഠിച്ചു നൽകിയിട്ടുള്ള വല്ലാത്തൊരു ബ്ലെസ്സിങ്ങാണ്. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളും ഇങ്ങനെ ആകുമായിരുന്നു. അപ്പൊ എന്തിനായിരിക്കും പഠിച്ചത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ജീവിതം കാണിച്ചത്? നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്തു വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സന്ദേശം ഇത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ പോകാനുള്ളത്. ഇവിടെ വന്നതിലുള്ള സന്തോഷം ഇതിൽ കൂടി നിങ്ങളെല്ലാവരും അറിയിച്ചുകൊണ്ട് എൻ്റെ പേര് സുധൈർ സാബിനാണ്. എനിക്കറിയാവുന്ന ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ആധാറിനാണ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നേരത്തെ അക്ബർഖാനോട് നിങ്ങളിങ്ങനെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. നമ്മുടെ കുട്ടികളുടെ വല്ലാത്തൊരു മാനസികാവസ്ഥ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റവും വലിയ തലവേദന പറഞ്ഞാൽ +1 +2 തമ്മിലുള്ള യുദ്ധം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതിനേക്കാൾ വലിയ ശത്രുതയാണ്. ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പ് എൻ്റെ സ്കൂളിലെ NSS കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ മാസ്റ്റർ വരാറില്ല, കുട്ടികളോട് പറയാറില്ല. നമ്മൾ തല്ലുകൂടുന്നത് നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയാവുന്നതാണ്. നമുക്ക് ഒരു മാതാപിതാക്കളും കുടുംബവും അറിയുന്നു. നിങ്ങളൊന്ന് പോകണം. ശാന്തിഭവനാണ് കുളിക്കൽ എന്ന് പറയുന്ന സ്ഥാപനം. കോഴിക്കോട് കേരളം എന്ന് പറയുന്ന കുട്ടികൾക്ക് ക്യാൻസർ വന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന താമസിക്കുന്ന സ്ഥാപനമാണ്. നമ്മളെ മക്കളെ കുട്ടികൾക്ക് പോകണം. അവരുടെ ജീവിതം എന്താണ് എന്ന് അറിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മൊബൈൽ കിട്ടാത്തതിന്, ബൈക്ക് വാങ്ങി കൊടുക്കാത്തതിന്, ദേഷ്യം പറഞ്ഞൊക്കെ തകർന്നു പോകുന്നവരുടെ മുമ്പിൽ എന്താണ് ജീവിതം എന്ന അത്ഭുതം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വെളിച്ചം കിട്ടും. കുട്ടികളോട് കണ്ട് വരണമെന്ന് പറയാറുണ്ട്. കുടുംബസമേതം കുട്ടി ഇവിടൊന്ന് വരണം എന്നൊരു കുട്ടിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷം അറിയിച്ചുകൊണ്ട് ചെയ്യുന്നു. പിന്നെ ഈ ഇത് നടത്തുന്ന നിങ്ങളുടെ ഈ ജീവനാണ് മലപ്പുറം ജില്ലയിലെ നിർഭയ ഹോമിൽ നടത്തുന്നത്. തവനൂരാണ് നിർഭയ ഹോമിലുള്ള ഉദ്യോഗസ്ഥർ അറിയാറ്. ആ നിർഭയ ഹോമ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത് ഇതിന്റെ ജീവനാണ്. പക്ഷെ നിർഭയ ഹോമിലുള്ള എല്ലാ വരുമാനവും എല്ലാ എക്സ്പെൻസും